ഒരു പവന് 400 മില്ലി വേസ്റ്റേജ് ആയിട്ട് കൊടുക്കുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പവന് 5% പണിക്കൂലി കൊടുക്കുന്നതും രണ്ട് സെയിം ആണ്. ഒരു 10-20 വർഷം മുന്നേ നമ്മളൊരു ഓർണമെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറിയിലോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് സ്മിത്ത്, പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അന്നത്തെ ബില്ലിംഗ് സിസ്റ്റം എങ്ങനെയായിരുന്നു അറിയോ? അതായത് നമ്മളൊരു ഒരു പവൻ്റെ ഒരു ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പണിക്കൂലി മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒരു 200-300 രൂപ മാത്രമേ പണിക്കൂലി ഉണ്ടാവുള്ളൂ. ഈ പണിക്കൂലി കൂടാതെ നമ്മൾ ആ ബില്ലിൽ വേറെ സാധനം കൂടി കാണും. അത് പൈസ ആയിട്ട് ഉണ്ടാവില്ല, അതൊരു തൂക്കം ഉണ്ടാവും. അതായത് 8 ഗ്രാമിൻ്റെ ഒരു ഓർണമെന്റ്സിന് ഒരു 300-400-500 മില്ലി പണിക്കുറവ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക. അതായത് 8 ഗ്രാം തൂക്കമുള്ള ഒരു മാല നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഒന്നുകിൽ 8 ഗ്രാമിൻ്റെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ 8 ഗ്രാം നിങ്ങൾ സ്വർണ്ണം കൊടുക്കണം. അതുകൂടാതെ ഒരു 400 മില്ലിയും കൂടി സ്വർണ്ണം കൊടുക്കണം. ഒന്നുകിൽ അത് സ്വർണ്ണമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് വേണം, ആ 400 മില്ലിൻ്റെ അന്നത്തെ ഗോൾഡ് പ്രൈസ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. അതുകൂടാതെ 200-300-400 രൂപ പണിക്കൂലിയായിട്ടും കൂടി നിങ്ങൾ കൊടുക്കണം. ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഒരു പവന് 400 മില്ലി വേസ്റ്റേജ് ആയിട്ട് കൊടുക്കുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പവന് 5% പണിക്കൂലി കൊടുക്കുന്നതും രണ്ട് സെയിം ആണ്. അതായത് ഒരു പവന് 400 മില്ലി എന്ന് പറയുമ്പം ഒരു ഗ്രാമിന് 50 മില്ലി ആയി, 50 മില്ലിഗ്രാം. ഒരു ഗ്രാമിൻ്റെ 5% 50 മില്ലിഗ്രാം. അങ്ങനെയാണ് 8 ഗ്രാമിന് 50 × 8 = 400 മില്ലി വരുന്നത്. അതായത് അന്ന് പണിക്കുറവ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതും ആക്ച്വലി ശതമാനം തന്നെയായിരുന്നു. പക്ഷെ അത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. മനസ്സിലായ സംഭവം? ഒരു പവൻ നിങ്ങൾ ഓർണമെന്റ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 400 മില്ലി ഗോൾഡ് കൂടി എക്സ്ട്രാ കൊടുക്കണം. ആക്ച്വലി നിങ്ങൾ വാങ്ങിച്ചൊരു ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അത് 8 ഗ്രാമേ തൂക്കം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ 8 ഗ്രാം 400 മില്ലിൻ്റെ പൈസ കൊടുക്കണം, പ്ലസ് പണിക്കൂലിയും കൂടി കൊടുക്കണം. എപ്പോൾ? 20 വർഷം മുന്നേ. ഇത് പിന്നീട് എനിക്ക് തോന്നുന്നു ഇത് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഒരു പെർസെൻറ്റേജിലേക്ക് മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കണക്ക് കൂട്ടാനുള്ള എളുപ്പം. രണ്ടാമത്തത്, ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇങ്ങനെ കൂടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് തോന്നുന്നത് ഈ പണിക്കുറവ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ട് ഗോൾഡിൻ്റെ മേക്കിംഗ് ചാർജ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ 5% പണിക്കൂലിയുള്ള ഒരു ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതും 10-20 വർഷം മുന്നേ നിങ്ങളൊരു ഓർണമെന്റ്സ് 400 മില്ലി പണിക്കുറവും 10-250 റുപ്യ മേക്കിംഗ് ചാർജ് കൊടുത്തിട്ട് നിങ്ങളൊരു ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതും, അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 10% പണിക്കൂലി വരും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 5%-ന് നിങ്ങൾക്ക് ചില ആഭരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഏതാണ് ലാഭം?